ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6 വസന്ത് പാഠ്യപുസ്തകത്തിലെ ഝാൻസി കി റാണി എന്ന കവിതയുടെ രണ്ടാമത്തെ ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. कुटियों में थी विषम वेदना, महलों में आहत अपमान, वीर सैनिकों के मन में था अपने पुरखों का अभिमान. नाना धुंधुपंत पेशवा जुटा रहा था सब सामान, बहन छबीली ने रणचंडी का कर दिया प्रकट आह्वान. കുട്ടിയോ മേത്തി വിഷം വേദന, അതായത് കുടിലുകളിൽ ജോംപിടിയാം അല്ലേ, കുടിലുകളിൽ അങ്ങേറ്റം വിഷമത്തിലായിരുന്നു ആളുകൾ. മെഹലോമേ ആഹത്ത് അപമാൻ, കൊട്ടാരങ്ങളിലോ ആഹത്ത്, അതായത് അവർ അപമാനം കൊണ്ട് ഇങ്ങനെ മുറിവേറ്റ, അതായത് പരിക്കേറ്റവരായിട്ടാണ് ജീവിച്ചത്. അതായത് അങ്ങേയറ്റം അവർ അപമാനിതരാവുകയായിരുന്നു. അപ്പോൾ ആ വിഷമം കൊണ്ടാണ് അവരവിടെ കൊട്ടാരങ്ങളിൽ ജീവിച്ചത്. വീര സൈനിക്കോ കെ മൻ മേ ഥാ അപ്നെ പുർഖോ കാ അഭിമാൻ. പക്ഷേ വീരസൈനികന്മാരുടെ മനസ്സിലോ, അവരുടെ മനസ്സിൽ പൂർവികരുടെ, പുർഖോം എന്ന് പറഞ്ഞാൽ പുർഖെ എന്ന് പറഞ്ഞാൽ പൂർവികർ, അപ്പോൾ പൂർവികരെ പറ്റിയുള്ള അഭിമാനമായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവനും. നാനാ ദുന്ദുപന്ത് പേഷ്വ ജുട്ടാ രഹാ ഥാ സബ് സാമാൻ. നാനാ ദുന്ദുപന്ത് പേഷ്വ എന്താണ് ചെയ്തത്? യുദ്ധത്തിനായിട്ടുള്ള സാധനങ്ങളെല്ലാം സംഭരിക്കാനായിട്ട് തുടങ്ങി അല്ലെ, ജുട്ടാ രഹാ ഥാ. ബഹിൻ ചബീലിനെ രണചണ്ഡി കാ കർ ദിയ പ്രകട്ട് ആഹ്വാൻ. ബഹൻ, അതായത് ഇവിടെ ബഹൻ എന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായി അല്ലേ, നാനയുടെ ബഹൻ. ചബീലിനെ രണചണ്ഡി കാ കർ ദിയ പ്രകട്ട് ആഹ്വാൻ. ഓപ്പണായിട്ട് എന്താണ്, യുദ്ധം ആരംഭിക്കാനുള്ളത് എന്താണ് അറിയിച്ചു. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചു, അത് ആഹ്വാൻ അല്ലേ, എല്ലാവരും അറിയും. രണചണ്ഡി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായിട്ട്, അതായത് യുദ്ധ കി ദേവി, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതാണ് ദേവിയെ. അപ്പോൾ പറയുകയാണ് ഇവിടെ കവിയത്രി പറയുകയാണ്, അംഗ്രേസോ കി നീതിയോ സെ സഭി ലോഗോ മേ ആക്രോശ് താ. എല്ലാവരുടെയും മനസ്സിലിങ്ങനെ ദേഷ്യം നിറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം എന്താണ്? झोंपड़ियों में रहने वाले जहाँ गहरा कष्ट झेल रहे थे, वही महलों में रहने वाले अपने अपमान से आहत थे, घायल थे अल्ले. दूसरी ओर देश के वीर सैनिक अपने पूर्वजों के प्रति अभिमान के ഭാവ് സെ ഭരേ ഹുവേ थे. അവരുടെ മനസ്സിലാണെങ്കിലോ, സൈനികന്മാരുടെ മനസ്സിൽ ഇങ്ങനെ അഭിമാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ, അഭിമാനിതരാവുകയായിരുന്നു. നാനാ ധുന്ദുപന്ത് പേഷ്വയാണെങ്കിലോ എന്താണ് ചെയ്തത്? നാനാ ധുന്ദുപന്ത് പേഷ്വ ഉസി സമയ യുദ്ധ के लिए आवश्यक सामग्री जुटाने में लगे हुए थे. उधर उनकी छबेली बहन लक्ष्मीबाई ने खुलेआम रणचंडी का रूप धारण कर യുദ്ധ കാ ഏലാൻ കർ ദിയ. സ്വയം രണചണ്ഡിയുടെ ഒരു രൂപം ധരിച്ചിട്ട്, അതായത് വീരവനിതയാണ് അല്ലേ, അപ്പോൾ ദേവിയുടെ തന്നെ ഒരു രൂപത്തിൽ അവിടെ യുദ്ധം ആരംഭിക്കാനുള്ളത് എല്ലാവരെയും അറിയിച്ചു. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണെന്ന് എല്ലാവരെയും അറിയിച്ചു. हुआ यज्ञ प्रारंभ उन्हें तो सोई ज्योति जगानी थी, बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली रानी थी. हुआ यज्ञ प्रारंभ उन्हें तो सोई ज्योति जगानी थी. അപ്പോൾ യുദ്ധത്തെ എന്താണ് യാഗമായിട്ടാണ് എടുക്കുന്നത് അല്ലേ, നല്ല പുണ്യ എന്താണ് ഈ പാവൻ യജ്ഞ എന്നാണ് പറയുന്നത്. ഇസ് പ്രകാർ യുദ്ധ കാ പാവൻ യജ്ഞ ശുരു ഹുവ, അവിടെ ആരംഭിച്ചു അല്ലെ, ആ യാഗം ആരംഭിച്ചു. ജിസെ ദേശ് ഓർ വിദേശവാസിയോം കെ ഹൃദയ കി സോയി ഹുവി ജ്യോതി. എല്ലാവരുടെയും മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വിളക്ക് എന്താണ് തെളിയിക്കണമായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ളൊരു ആഗ്രഹം എന്താണ് വരുത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് സോയി ജ്യോതി ജഗാനി തി, ആ വെളിച്ചം, അതായത് ആ വിളക്ക് കത്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അല്ലെ എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ ജിസെ ദേശ് और देशवासियों के हृदय की सोई हुई ज्योति को जगाना था. എന്നിട്ട് പറയുകയാണ്, बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली रानी. तो बुंदेल में उस महान और वीर रानी की कथा सुनाते हैं. അപ്പോൾ അവിടെ ബുന്ദേലിൽ പോവുകയാണെങ്കിൽ ഈ ദേവി, അതായത് റാണി ലക്ഷ്മിബായിയുടെ കഥകൾ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അവർ ഇങ്ങനെ റാണി ലക്ഷ്മിബായിയുടെ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു നൽകും. महलों ने दी आग, झोंपड़ी ने ज्वाला सुलगाई थी, यह स्वतंत्रता की चिंगारी अंतरतम से आई थी. झांसी चेती, दिल्ली चेती, लखनऊ लपटे छाई थी, मेरठ कानपुर पटना ने भारी धूम मचाई थी.
അപ്പോൾ എല്ലായിടത്തും ഭാരതത്തിലെ ഓരോ പ്രദേശങ്ങളിലും ഈ ക്രാന്തി ഇങ്ങനെ ആളിക്കത്തുകയായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലേ. അപ്പോൾ മെഹ്ലോനെ ദി ആഗ് ഝോംപടീനെ ജ്വാല സുൽഗായത്തി. അപ്പോൾ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ എന്താണ് ചെയ്തത്? അവരിതിന് തുടക്കമിടുകയാണ് ചെയ്തത് അല്ലേ. നെ ദി ആഗ് അതായത് തീ കത്തിക്കുക. പിന്നെ ഝോപ്പടീനെ ജ്വാല സുൽഗായിത്തി. അപ്പോൾ ഝോപ്പടിയിൽ താമസിക്കുന്ന, അതായത് കുടിലുകളിലൊക്കെ അതിന് കൂടുതൽ എന്താണ് ആളി കത്തിക്കുകയാണ് ചെയ്തത്. ക്രാന്തി ഇനിയും കൂടി വന്നു. സ്വതന്ത്രത കി ചിൻകാരി അന്തർതം സെ ആയി. തീ സ്വാതന്ത്ര്യം ലഭിക്കണം എന്നൊരു ആഗ്രഹം അല്ലേ. ആ തീപ്പൊരി എല്ലാവരുടെയും അകത്ത് ഹൃദയത്തിൽ നിന്നും തന്നെയാണ് വന്നത്. അതായത് അന്തർത്തം, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ആളിക്കത്താൻ തുടങ്ങിയത്. झांसी चेती, दिल्ली चेती, लखनऊ लपटे छाई थी, मेरठ कानपुर പട്നാനെ ഭാരി ധൂം മച്ചായി थी. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ക്രാന്തി എഫക്റ്റ് ചെയ്തു. അതായത് ഝാൻസി, ദില്ലി ഒക്കെ ചേത്തി എന്ന് പറഞ്ഞാൽ സാവധാൻ റഹന, അതായത് അലേർട്ടായി അവരും റെഡിയാവുകയായിരുന്നു അല്ലേ. ലക്നൗ ലപ്ടെ ഛായി തീ, ലക്നവും ക്രാന്തിയിൽ ഏർപ്പെട്ടു. മേരട്ട്, കാൺപൂർ, പട്നാനെ ഭാരി ധൂം മച്ചായി തീ. അവർ വളരെയധികം ക്രാന്തി ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരും കൂടി. മേരട്ട്, കാൺപൂർ, പട്ന എല്ലാവരും കൂടി. അപ്പോൾ കവയത്രി പറയുകയാണ്, इस क्रांति में पूरा देश भागीदार था. महलों में रहने वालों ने इस आग को रोशन किया और झोंपड़ी में रहने वालों ने इसकी लपटों को तेज किया. ज्वाला सुलगाई थी. പിന്നെ പറയുകയാണ്, സ്വതന്ത്രത की यह चिंगारी देशवासियों के हृदय से आई थी. അല്ലേ, ആളുകളുടെ മനസ്സിൽ അന്തർത്തം, അതായത് ഹൃദയത്തിൽ നിന്നും തന്നെയാണ് ഇത് ആളിക്കത്താൻ തുടങ്ങിയത് അല്ലേ, ആഗ്രഹം വന്നത്. क्रांति की इस लहर ने झांसी और दिल्ली को सावधान कर दिया. चेती, झांसी चेती, दिल्ली चेती. लखनऊ को भी इसने अपने लपेटे में ले लिया. फिर मेरठ, कानपुर और पटना में भी क्रांति की धूम थी. जबलपुर, कोल्हापुर में भी कुछ हलचल उकसानी थी. बुंदेले हरबोलों के मुँह हमने सुनी कहानी थी. खूब लड़ी मर्दानी वह तो झांसी वाली रानी थी. അപ്പോൾ പറയുകയാണ്, ജബൽപൂർ और कोल्हापुर में भी कुछ चिंगारियाँ भड़क रही थी. അവിടെയും തീപ്പൊരികൾ കണ്ടു തുടങ്ങിയത്. എവിടെ? ജബൽപൂർ, പിന്നെ കോലാപൂർ, അവിടെയൊക്കെ അതിൻ്റെ ഒരു തുടക്കം അല്ലേ. यह कहानी हमने बुंदेलों के मुँह से सुनी है. അപ്പോൾ ജബൽപൂർ, കോലാപൂറും അവിടെയും തുടങ്ങി. ഇതൊക്കെ ഈ കഥകളൊക്കെ ഞങ്ങൾ റാണി ലക്ഷ്മിബായിയുടെ കഥകളൊക്കെ ഞങ്ങൾ ബുന്ദേൽഖണ്ഡിൻ്റെ ആൾക്കാരിൽ നിന്നും കേട്ടതാണ്. അതായത് യഹ് കഹാനി ഹംനെ ബുന്ദേലോं के मुँह से सुनी है. इस क्रांति में झांसी की रानी ने बढ़ चढ़ कर भाग लिया था. അപ്പോൾ ഇതിൽ ഝാൻസി की റാണിയുടെ അങ്ങേയറ്റം പങ്ക് അല്ലേ ഉണ്ട്. इस स्वतंत्रता महायज्ञ में कई वीरवर आए काम. नाना धुंधुपंत तातिया, चतुर अजीमुल्ला सरनाम. अहमद शाह मौलवी, ठाकुर कुंवर सिंह सैनिक अभिराम. भारत के इतिहास गगन में अमर रहेंगे जिनके नाम. അപ്പോൾ ഈ സ്വതന്ത്രത മഹായജ്ഞ അതൊരു മഹായാഗം തന്നെയാണ് അല്ലേ. സ്വതന്ത്രതയ്ക്ക് ഇസ് മഹാൻ ഏവം പുനീത് കാര്യമേ, നല്ല പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഈ ക്രാന്തി അല്ലേ. ഈ ഒരു മഹായാഗം തന്നെയായിട്ടാണ് കവയത്രി പറയുന്നത്. സ്വതന്ത്രതാക്കെ ഇസ് മഹാൻ ഏവം പുനീത് കാര്യമേ, പവിത്ര കാര്യമേ, കൈ ബഹാദുർ ഷഹീദ് ഹുയ. എത്രയോ ബഹാദുർ, അതായത് വീരന്മാർ അല്ലെ, വീരയോദ്ധാക്കൾ ഷഹീദായി. ഷഹീദ് എന്ന് പറഞ്ഞാൽ അവർ വീരമൃത്യു പ്രാപിച്ചു അല്ലേ, ഷഹീദ് ഹുയെ. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, അതിലാരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇൻമേ നാനാ ധുന്ദുപന്ത്, താത്തിയ और ചതുർ അസിമുള്ള പ്രസിദ്ധ. ഇതിൽ പ്രസിദ്ധരായിരുന്നു നാനാ ധുന്ദുപത്, പന്ത്, താത്തിയ, പിന്നെ ചതുർ അസിമുള്ള, ഇവരൊക്കെ അതിൽ പെടുന്നു. പിന്നെ അവർ പ്രസിദ്ധരാണ്. साथ ही अहमद शाह मौलवी और ठाकुर कुंवर सिंह जैसे आज़ादी के वीर सिपाहियों के नाम भी भारत के इतिहास में हमेशा अमर रहेंगे. अहमद शाह मौलवी, ठाकुर कुंवर सिंह सैनिक अभिराम, ഭാരത് കെ ഇതിഹാസ് ഗഗൻ മേ അമർ രഹേംഗെ ജിൻകെ നാം. അപ്പോൾ ഇതിഹാസ് ആകുന്ന ഈ പരന്ന ഇതിഹാസം എന്നത് ഇങ്ങനെ നല്ല വിസ്താരത്തിലുള്ളതാണ്. അതായത് വളരെ നല്ല രീതിയിലാണ് അതായത് ഇതിഹാസത്തിൽ എഴുതപ്പെടുക അവരുടെ പേരുകൾ അല്ലേ. അഹമ്മദ് ഷാ മൗലവി, ഠാക്കൂർ കുവർ സിംഗ്, സൈനിക് അഭിറാം, അവരുടെയൊക്കെ
പേരുകൾ ഇതിഹാസത്തിൽ എപ്പോഴും ഉണ്ടാകും. അതായത് അമർ രഹെങ്കെ, അമർ എന്ന അനശ്വരമായിട്ട് ഉണ്ടാകും അല്ലെ അവരുടെ പേര് ഇതിഹാസത്തിൽ. ലേക്കിൻ ആജ് ജുർം കഹലാത്തി ഉൻകി ജോ കുർബാനി थी, बुंदेले हर बोलों के मुंह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली रानी थी. അപ്പോൾ പറയുകയാണ് ലേക്കിൻ ആജ് ജുർം കഹലാത്തി ഉൻകി ജോ കുർബാനി थी. അപ്പോൾ അവരുടെ ആ എന്താണ് ത്യാഗം അല്ലെ, കുർബാനി എന്ന് പറഞ്ഞാൽ ത്യാഗം, അവരുടെ ആ ത്യാഗം ഇപ്പോൾ ബ്രിട്ടീഷുകാരാണെങ്കിലും അതിനെന്താണ് അവരുടെ കണ്ണുകളിൽ അതെന്താണ്, അതൊരു അപരാധമാണ്. ജുർം എന്ന് പറഞ്ഞാൽ അപരാധം, അതൊരു അപരാധമായിട്ടാണ് അവരെടുക്കുക. അപ്പോൾ എന്നിട്ട് പറയുകയാണ് बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली रानी थी. तो बुंदेले हमें वह कथा सुनाते हैं जिसमें रानी लक्ष्मीबाई मर्दाने रूप में अंग्रेज़ों से डट कर लड़ी थी. അതായത് പൗരുഷത്തോടെയാണ് റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷുകാരുമായിട്ട് ആ സമയത്ത് പോരാടിയത്. इनकी गाथा छोड़ चले हम झांसी के मैदानों में, जहाँ खड़ी है लक्ष्मीबाई मर्द बनी मर्दानों में. लेफ्टिनेंट वॉकर आ पहुँचा आगे बढ़ा जवानों में, रानी ने तलवार खींच ली हुआ द्वंद्व असमानों में. ഇവിടെ കവിയത്രി പറയുകയാണ് അന്യ വീരോं की कहानी छोड़कर, മറ്റ് വീരന്മാരുടെ കഥകളൊന്നും കേൾക്കാതെ ഞങ്ങൾക്ക് ഝാൻസിയുടെ മൈതാനത്തിലോട്ട് പോകാം എന്നാണ് കവിയത്രി പറയുന്നത്. യഹാ ലക്ഷ്മിബായി പുരുഷോं के बीच किसी वीर पुरुष की भांति खड़ी है ലക്ഷ്മിബായി. മറ്റ് പുരുഷന്മാരുടെ പോലെ വീര പുരുഷന്മാരെ പോലെ നിൽക്കുകയാണ് ലക്ഷ്മിബായി. उसी समय लेफ्टिनेंट वॉकर युद्ध के लिए आ पहुंच जाते हैं और सैनिकों के बीच से आगे बढ़ने लगते हैं. लेफ्टिनेंट वॉकर आ पहुंचा आगे बढ़ा जवानों में, रानी ने तलवार खींच ली हुआ द्वंद्व असमानों में. റാണി തൻ്റെ വാള് എടുക്കുകയാണ് ചെയ്യുന്നത്. റാണീനെ തൽവാർ ഖീഞ്ചലി വലിച്ചെടുത്തു. എന്നിട്ട് ദ്വന്ദ് അസമാനോമേ നടക്കാൻ, അതായത് ദ്വന്ദ്യുദ്ധം, രണ്ടുപേരുടെ തമ്മിലുള്ള യുദ്ധം, അതായത് അസമാൻ, ഒരു സമാനതയുമില്ല രണ്ടുപേരും അല്ലേ, അങ്ങനെയുള്ളവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധ ഹോനെ ലഗാ ജിൻമേ കോയി സമാനത നഹീ थी. जख्मी होकर वॉकर भागा उसे अजब हैरानी थी, बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली रानी थी. जख्मी होकर അതായത് പരിക്കേറ്റ് वॉकर भागा, जख्मी होकर वॉकर भागा उसे अजब हैरानी थी. हैरानी എന്ന് പറഞ്ഞാൽ അതിശയം, ഭയങ്കരമായിട്ടുള്ള അതിശയമായിരുന്നു വോക്കറിന്. ഇങ്ങനെ ഒരു വനിത അല്ലേ, വനിത എങ്ങനെയാണ് ഒരു പൗരുഷത്തോടെ, ഇത്രയും അധികം പൗരുഷത്തോടെ ഇങ്ങനെ പൊരുതാൻ സാധിക്കുക എന്നൊരു ആശ്ചര്യമായിരുന്നു വോക്കറിന്. അപ്പോൾ ജഖ്മി ഹോക്കർ वॉकर भागा उसे अजब हैरानी थी, बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली रानी थी. അപ്പോൾ रानी की वीरता के सामने वॉकर टिक नहीं सका और घायल होकर हतप्रभ सा भाग खड़ा हुआ. बुंदेले हर बोलों के मुँह से हमने उस स्त्री के पौरुष की कथा सुनी है जो जमकर अंग्रेज़ों से लड़ी. ഞങ്ങൾ ബുന്ദേൽഖണ്ഡിലെ ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട് ആ വീരവനിതയുടെ വീരഗാഥകൾ അല്ലേ, പൗരുഷത്തോടെ ബ്രിട്ടീഷുകാരുമായിട്ട് പൊരുതിയ ആ വീരവനിതയുടെ വീരഗാഥകൾ ഞങ്ങൾ ബുന്ദേൽഖണ്ഡിലെ ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റാണി ബഡി കാലപി ആയി कर 100 मील निरंतर पार, घोड़ा थक कर गिरा भूमि पर, गया स्वर्ग तत्काल सिधार, यमुना तट पर अंग्रेज़ों ने फिर खाई रानी से हार, विजयी रानी आगे चल दी किया ग्वालियर पर अधिकार. അങ്ങനെ റാണി ലക്ഷ്മിബായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നിരന്തർ പാർ, അതായത് 100 മീൽ നിരന്തർ പാർ, 100 മീൽ ഇങ്ങനെ നിരന്തരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കാലപ്പിയിലോട്ട് എത്തിച്ചേർന്നു. घोड़ा थक कर गिरा भूमि पर, गया स्वर्ग तत्काल सिधार. ഘോഡ അതായത് കുതിര തളർന്ന് വീണു അല്ലെ, ഭൂമിയിൽ പതിച്ചു, എന്നിട്ട് മരിക്കുകയും ചെയ്തു അല്ലേ. യമുന തട്ട് പർ, അതായത് തത്കാൽ സിധാർ, ഉടനെ തന്നെ അവിടെ തന്നെ മരിച്ചു വീണു. യമുന തട്ട് പർ അംഗ്രേസോനെ ഫിർ ഖായി റാണി സെ ഹാർ,
യമുന തീരത്ത് അല്ലെ യമുന കിനാരെ റാണിനെ ഫിർ സെ അംഗ്രേസോं को हराया, വീണ്ടും ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു അല്ലെ റാണി. അപ്പോൾ അതിനുശേഷം വിജയി റാണി ആകെ ചൽദി കിയ ഗ്വാളിയർ പർ അധികാർ, അവിടെ വിജയിച്ചതിന് ശേഷം റാണി ഗ്വാളിയറിലോട്ട് പോയിട്ട് അവിടെയും അധികാരം പിടിച്ചെടുത്തു അല്ലെ, ഗ്വാളിയറും ആക്രമിച്ച് അധികാരം പിടിച്ചെടുത്തു. और ग्वालियर पर अधिकार कर लिया. अंग्रेज़ों के मित्र सिंधिया ने छोड़ी राजधानी थी, बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली റാണി थी. അപ്പോൾ സിന്ധ്യ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുമായിട്ട് മിത്രങ്ങളായിരുന്നു അല്ലേ, അവർ അവരുടെ കൂട്ടായിരുന്നു, ബ്രിട്ടീഷുകാരുടെ മിത്രങ്ങളായിരുന്നു. അപ്പോൾ അവരെന്താണ് ചെയ്തത്, രാജധാനി അവിടുന്ന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്, അതായത് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു, കാരണം അവർ ബ്രിട്ടീഷുകാരുടെ മിത്രങ്ങളായിരുന്നു അതുകൊണ്ട്. അപ്പോൾ എന്താണ് ചെയ്തത്, വേ അപ്നി രാജധാനി छोड़कर, अरे वहाँ के राजा सिंधिया अंग्रेज़ों के मित्र थे, वे अपनी राजधानी छोड़कर भाग खड़े हुए, അവർ അവിടുന്ന് ഇറങ്ങിക്കൊടുത്തു, ഓടിപ്പോയി. അപ്പോൾ अंग्रेज़ों के मित्र सिंधिया ने छोड़ी राजधानी थी, എന്നിട്ട് പറയുകയാണ് വീണ്ടും, बुंदेलों के मुख से हमने वीरतापूर्वक लड़ने वाली റാണി ലക്ഷ്മിഭായി की कहानी सुनी थी. നല്ല വീരതയോടെ പോരാടുന്ന ഒരു വീരവനിതയെപ്പറ്റി ഞങ്ങൾ ബുന്ദേൽഖണ്ഡിലെ ആളുകളിൽ നിന്നും ഞങ്ങൾ കേൾക്കാറുണ്ട് എന്നാണ് കവയിത്രി പറയുന്നത്. विजय मिली पर अंग्रेज़ों की फिर सेना घिर आई थी, अब के जनरल स्मिथ सन्मुख था, उसने मुंह की खाई थी, काना और मंदरा सखियां रानी के संग आई थी, युद्ध क्षेत्र में उन दोनों ने भारी मार मचाई थी. അതായത് വിജയം ലഭിച്ചതിന് ശേഷം, ഗ്വാളിയറും കീഴടക്കിയതിന് ശേഷം റാണി മുന്നോട്ട് നീങ്ങുകയാണ്. ആ സമയത്ത് റാണിക്കോ വിജയ് തോ മിലി पर अंग्रेज़ों की सेना ने उन्हें फिर से घेर लिया, വീണ്ടും ബ്രിട്ടീഷുകാർ റാണിയെ വീണ്ടും വളഞ്ഞു അല്ലെ, സേന ഘിറായി थी. ഇത്തവണ ജനറൽ സ്മിത്ത് ആയിരുന്നു അല്ലെ, ജനറൽ സ്മിത്തിനെ ആയിരുന്നു നേരിടേണ്ടി വന്നത്. അപ്പോൾ അപ്കെ ജനറൽ സ്മിത്ത് സന്മുഖ് था, उसने मुँह की खाई थी, मुँह की खाना എന്ന് പറഞ്ഞാൽ വീണ്ടും പരാജയപ്പെടുക അല്ലെ, ഹാർ ജാന. അപ്പോൾ ഇപ്രാവശ്യം ജനറൽ സ്മിത്തിനെയാണ് നേരിട്ടത് റാണി. ജനറൽ സ്മിത്തിനെയും തോൽപ്പിക്കുകയാണ് റാണി ചെയ്തത്. പിന്നെ കാന ഓർ മന്ദര സഖിയാം റാണി കെ സംഗ് ആയി थी, കാനയും പിന്നെ മന്ദരയായ സഖിയ, അതായത് കൂട്ടുകാരികളായിരുന്നു അല്ലെ, സഖികളായിരുന്നു. അപ്പോൾ ഈ സഹേലിയാം, അപ്പോൾ റാണി കെ സാത്ത് ഉൻകി സഹേലിയാം കാന ഓർ മന്ദര थी, യുദ്ധ കെ मैदान में, അതായത് യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ രണ്ടുപേരും കൂടി റാണിയുടെ കൂടെ അവർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യുദ്ധക്ഷേത്രമേ ഉൻ ദോനോനെ ഭാരി മാർ മച്ചായി थी, യുദ്ധക്ഷേത്രത്തിൽ അവർ രണ്ടുപേരും കൂടെ ഭാരി തബാഹി മച്ചായി थी, നല്ലവണ്ണം രണ്ടുപേരും അല്ല, രണ്ട് കൂട്ടുകാരും നല്ലവണ്ണം അവരും പോരാടി. पर पीछे ह्यू रोज आ गया, हाय घिरी अब रानी थी, बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली റാണി थी. പക്ഷേ ഇപ്രാവശ്യം ആരാണ് പിറകിലൂടെ, അതായത് പീछे से ഹ്യൂറോസ് ആകയ, പിന്നെ ഈ ശത്രുക്കൾ റാണിയെ വളയം വെച്ച്, അതായത് മുഴുവനും ശത്രുക്കളായിരുന്നു റാണിക്ക് ചുറ്റും. അപ്പോൾ ബുന്ദേലെ ഹർ ബോലോं के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली റാണി थी. എന്നിട്ട് കവയിത്രി പറയുകയാണ്, ബുന്ദേലെ ഹർ ബോലോं के मुँह से हमने उसी वीर റാണി ലക്ഷ്മിഭായി की कहानी सुनी है. ആ വീരവനിതയെ പറ്റിയാണ് ഞങ്ങൾ ബുന്ദേൽഖണ്ഡിലെ ആളുകളിൽ നിന്നും ഞങ്ങൾ കഥകൾ കേൾക്കുന്നത്. तो भी रानी मार काट कर चलती बनी सैन्य के पार, किंतु सामने नाला आया था यह संकट विषम अपार, घोड़ा अड़ा नया घोड़ा था इतने में आ गए सवार, റാണി ഏക് ശത്രു ബഹുതരെ ഹോനെ ലഗെ വാർ പർ വാർ. എന്നിട്ടും റാണി, അതായത് ബ്രിട്ടീഷുകാർ മുഴുവനും റാണിയെ വളഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്നിട്ട് പോലും റാണി അവരെയൊക്കെ നേരിട്ട് മാർ കാട്ടുകർ ചൽത്തി ബനി, എന്നിട്ട് സൈന്യത്തെയും കടന്ന് മുന്നോട്ട് നീങ്ങി. സൈന്യക്കെ പാർ, കിന്തു സാമനെ നാല ആയ ഥ യ സങ്കട് വിഷം അപാർ. ആ സമയത്ത് ഒരു ഇങ്ങനെ എന്താ ഓട പോലെ വന്നു അല്ലേ, തभी सामने एक नाला आया, इस संकट को पार करना अत्यंत कठिन था क्योंकि उनका घोड़ा नया था और अड़ गया था.
അപ്പോൾ ഘോഡ അട നയാ ഘോഡ था इतने में आ गए सवार. അപ്പോൾ കുതിരയ്ക്കാണെങ്കിലോ പുതിയ കുതിരയായിരുന്നു. അപ്പോൾ കുതിരയ്ക്ക് കുതിര റാണിയുടെ നിയന്ത്രണത്തിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ ആ കുതിരയ്ക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കാതെ വന്നു. അപ്പോൾ നയാ ഘോഡാത്ത പുതിയ കുതിരയായിരുന്നു. ഇത്നേമേ ആ ഗയേ സവാർ. ആ സമയത്ത് അവിടെ ആരെത്തിച്ചേർന്നു? ബ്രിട്ടീഷുകാർ കുതിര സവാരിയും ചെയ്ത് അവിടെ എത്തിച്ചേർന്നു. കുതിര സവാരി ചെയ്ത് ബ്രിട്ടീഷുകാരവിടെ ചേർന്നിട്ട് റാണിയെ വീണ്ടും വളയുകയാണ് ചെയ്തത്. അപ്പോൾ റാണി ഏക് ശത്രു ബഹുതേരെ. റാണി ഒരാളാണെങ്കിൽ ശത്രുക്കൾ എണ്ണാൻ സാധിക്കാത്ത അത്രയും ശത്രുക്കളുണ്ടായിരുന്നു. ബഹുതേരെ കുറേ പേരുണ്ടായിരുന്നു അല്ലേ. ബഹുത് സാരെ എന്ന് പറഞ്ഞാൽ ബഹുത് സാരെ. ഹോനെ ലഗേ വാർ പർ വാർ. വീണ്ടും അവർ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. ഉസ് ദേശ് കെ ലിയെ പിന്നെന്താണ് ശത്രുവും സെ ലഡ്നെ ലഗി. അൻഗിനത് ശത്രുവും സെ ലഡ്നെ ലഗി അക്കേലി റാണി അല്ലേ. റാണി ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. घायल होकर गिरी सिंहनी उसे वीर गति पानी थी. बुंदेले हर बोलों के मुँह हमने सुनी कहानी थी. खूब लड़ी मर्दानी वह तो झांसी वाली റാണി थी. ഘായൽ ഹോക്കർ അതായത് മുഴുവനുമായി പരിക്കേറ്റിട്ട് ഗിരി സിംഹനി ഒരു പെൺസിംഹത്തെ പോലെ ആ വീരാംഗന അതായത് വീരവനിത അവിടെ വീരഗതിയെ പ്രാപിക്കുകയാണ് ചെയ്തത്. അതായത് ഷഹീദ് ഹോ ഗയി अले. वार पर वार होते रहे और अंततः शेरनी के समान वह स्त्री घायल होकर गिर पड़ी. उसे देश के लिए शहीद होना ही था. അതായത് ഭാരതദേശത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷി ആവുകയാണ് ചെയ്തത് അല്ലേ. बुंदेले अंग्रेज़ों के साथ जमकर लड़ने वाली उस वीरांगना റാണി की कथा हमें सुनाते हैं. അതായത് ബുന്ദേൽഖണ്ഡിലെ ആൾക്കാർ ആ വീരാംഗനയെ പറ്റി അല്ലേ, ആ വീരവനിതയെപ്പറ്റി എങ്ങനെയാണ് ആ ബ്രിട്ടീഷുകാരുമായിട്ട് എങ്ങനെ അല്ലേ പൊരുതി എന്ന് ആ കഥ ഞങ്ങളെ കേൾപ്പിക്കുകയാണ് ബുന്ദേൽഖണ്ഡിലെ ആൾക്കാർ. റാണി ഗയി സിതാർ ചിത അബ് ഉസ്കി ദിവ്യ സവാരി थी. मिला तेज से तेज, तेज की वह सच्ची अधिकारी थी. अभी उम्र कुल 23 की थी, मनुज नहीं अवतारी थी. हमको जीवित करने आई बन स्वतंत्रता नारी थी. അങ്ങനെ റാണി വീരഗതിയെ പ്രാപിക്കുകയാണ് ചെയ്തത് അല്ലേ. റാണി മൃത്യുക്കോ പ്രാപ്ത് ഹോ ഗയി. പിന്നെ ചിത അബ് ഉസ്കി ദിവ്യ സവാരി थी. ആ ചിതയിൽ തന്നെയാണ് അലൗകികമായിട്ടുള്ള യാത്ര, അതായത് ദിവ്യമായിട്ടുള്ള യാത്രയിലോട്ട് പോവുകയാണ്. ചിത പർ ഹി ഉസ്കി അലൗകിക് യാത്ര നിക്ലി. ആ ചിതയിലോട്ട് തന്നെ. ഉൻകാ തേജ് അഗ്നി കെ തേജ് മേ മിൽ ഗയ. ആ പ്രതാപം, റാണിയുടെ ആ പ്രതാപം ആ അഗ്നിയുടെ പ്രതാപത്തിലോട്ട് ഇങ്ങനെ അരിഞ്ഞു ചേർന്നു. തേജ് കി വ സച്ചി അധികാരി थी. ആ പ്രതാപത്തിൻ്റെ എല്ലാം ശരിയായിട്ടുള്ള ഒരു അധികാരിയായിരുന്നു റാണി ലക്ഷ്മിഭായി. അഭി ഉമ്ര കുൽ 23 की थी, മനുജ് നഹി അവതാരി थी. വെറും 23 വർഷം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. മനുജ് നഹി അവതാരി थी. മനുഷ്യാവതാരം അതായത് മനുഷ്യൻ നഹി കർ സക്ത ये सब बातें. അപ്പോൾ अवश्य ही ईश्वर की कोई रूप थी. ईश्वर का ही कोई रूप. स्वतंत्रता की देवी बनकर അതായത് പറയുകയാണ് हमको जीवित करने आई बन स्वतंत्रता नारी थी. ഒരു സ്വതന്ത്രതയുടെ ദേവിയായിട്ടല്ലേ. स्वतंत्रता की देवी बनकर वह हमारे सोए हुए मस्तिष्क को जगाने आई थी. ഞങ്ങളുടെ മനസ്സിനുള്ളിൽ അടഞ്ഞു കിടന്നിരുന്ന ആ ആഗ്രഹങ്ങളെല്ലാം ഉണർത്താനായിട്ട് വന്ന ദേവിയാണ്, സ്വതന്ത്രതയുടെ ദേവിയായിട്ടാണ് കവയത്രി പറയുന്നത്. നമുക്ക് ജീവിത് കർണയായി ഞങ്ങളുടെ മസ്തിഷ്കത്തെ ഉണർത്താനായിട്ട് വന്ന ദേവിയാണ്, സ്വതന്ത്രതയുടെ ദേവിയാണ് റാണി ലക്ഷ്മിഭായി. दिखा गई पथ सिखा गई हमको जो सीख सिखानी थी. बुंदेले हर बोलों के मुँह हमने सुनी कहानी थी. खूब लड़ी मर्दानी वह तो झांसी वाली रानी थी. दिखा गई पथ वह हमें रास्ता दिखाकर चली गई. ഞങ്ങൾക്ക് ശരിയായുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. ശരിയായ വഴി കാണിച്ചു കൊടുത്തിട്ട് പോയി. ഹമേ ജോ ശിക്ഷ ദേനി थी ദേക്കർ ചലി ഗയി. ഞങ്ങൾക്ക് എന്താണോ പഠിപ്പിക്കേണ്ടിയിരുന്നത് അല്ലേ, ശിക്ഷ എന്താണ് വിദ്യ കൊടുക്കേണ്ടിയിരുന്നത് അത് നൽകിയിട്ടാണ് പോയത്. ബുന്ദേലെ ഹമേ ഉസി മഹാൻ നാരി കി കഥ സുനാത്തെ ഹെ. ബുന്ദേലെ ഹർ ബോലോं के मुँह हमने सुनी कहानी थी. खूब लड़ी मर्दानी वह तो ഝാൻസി വാലി റാണി थी. അപ്പോൾ ബുന്ദേൽഖണ്ഡിലെ ആളുകൾ
അതേ കഥ, അതേ വീരവനിതയെ പറ്റിയുള്ള കഥകളാണ് ഞങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്, പറഞ്ഞ് കേൾപ്പിക്കുന്നത്. जाओ रानी याद रखेंगे हम कृतज्ञ भारतवासी, यह तेरा बलिदान जगावेगा स्वतंत्रता अविनाशी. होवे चुप इतिहास लगे सच्चाई को चाहे फांसी, हो मदमाती विजय मिटा दे गोलों से चाहे झांसी. ഇപ്പോൾ പറയുകയാണ്, ഇത് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് കവയിത്രി. എന്നിട്ട് പറയുകയാണ്, कि हम भारतवासी तुम्हारे इस उपकार को सदैव याद रखेंगे, എപ്പോഴും ഞങ്ങൾ കൃതജ്ഞരായിരിക്കും അല്ലേ. റാണി ചെയ്ത ഈ ബലിദാനങ്ങൾ, അതിനെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. എപ്പോഴും ഞങ്ങൾ എന്താണ് ഉപകാരം ഒരിക്കലും മറക്കത്തില്ല. തുമാരാ യ ബലിദാൻ കഭി ന മിട്നെ വാലി സ്വതന്ത്രതാ കി ഭാവന കോ ജന്മ ദേഗ. ഒരിക്കലും നശിക്കാത്ത രീതിയിലുള്ള ഭാവനകൾ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ജന്മം എടുത്തുകൊണ്ടിരിക്കും സ്വാതന്ത്ര്യത്തിനായിട്ട്. അപ്പോൾ ഹോവേ ചുപ്പ് ഇതിഹാസ് ലഗേ സച്ചായി കോ ചാഹെ ഫാസി, ഹോ മദ്മാതി വിജയ് മിട്ടാതെ ഗോലോ സെ ചാഹെ ജാൻസി. ഇതെന്ത് സംഭവിച്ചാലും, അതായത് ഇതിഹാസം റാണിയെപ്പറ്റി ഒന്നും ഇതിഹാസത്തിൽ ഇല്ലെങ്കിൽ പോലും, സച്ചായിക്കോ ചാഹെ ഫാസി ലഗേ സച്ചായിക്കോ, ആ സത്യത്തിന് എല്ലാവരും എതിര് നിന്നാലും അല്ലേ, സത്യം ആരെങ്കിലും നശിപ്പിച്ചാലും, ഹോ മദ്മാതി വിജയ്, അവരുടെ ബ്രിട്ടീഷുകാർ വീണ്ടും ഝാൻസിയെ ആക്രമിച്ചാൽ പോലും ഇതിൻ്റെ സത്യാവസ്ഥ മാറത്തില്ല. അതായത് ഈ അടയാളം അല്ലേ, ഝാൻസി കാ നിശാൻ മിട്ടാതെ ലേക്കിൻ തൂ സ്വയം കഭി ന മിട്നെ വാലി നിശാനി രഹേഗി. ഒരിക്കലും മായ്ച്ച് കളയാൻ സാധിക്കാത്ത ഒരു എന്താണ് പ്രതീകമായിരിക്കും റാണി ഝാൻസി की रानी. तेरा स्मारक तू ही होगी, तू खुद अमिट निशानी थी, बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली റാണി थी. അമിട്ട് എന്ന് പറഞ്ഞാൽ കബീന മിട്നെ വാലി നിശാനി. അപ്പോൾ സ്വയം റാണി തന്നെ, അതായത് റാണി ലക്ഷ്മിഭായിക്ക് സ്മാരകം നിർമ്മിക്കേണ്ടത് ആവശ്യമില്ല, സ്മാരകം നിർമ്മിക്കേണ്ടതായിട്ട് ഇല്ല. അതായത് സ്വയം റാണി ഒരു സ്മാരകത്തെ പോലെയാണ്. അതായത് ഞങ്ങൾ ഒരിക്കലും റാണിയുടെ വീരഗാഥകളൊന്നും മറക്കത്തില്ല. तू स्वयं ही अपना स्मारक है क्योंकि तेरी वीरता और तेरी गाथा अतुलनीय है. അതായത് റാണിയുടെ ആ വീരഗാഥകൾ അല്ലേ, വീരവനിതയുടെ ആ ഗാഥകൾ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ റാണി ഒരു സ്വയം സ്മാരകമാണ്. അമിട്ട് നിശാനി തി, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത, കബീന മിട്നെ വാലി, ഒരിക്കലും നശിക്കാത്ത ഒരു എന്താണ് ഒരിക്കലും നശിക്കാത്ത ഒരു സ്മാരകമാണ് സ്വയം റാണി ലക്ഷ്മിഭായി. बुंदेले हर बोलों के मुँह हमने सुनी कहानी थी, खूब लड़ी मर्दानी वह तो झांसी वाली റാണി थी. അപ്പോൾ ഞങ്ങൾ ഈ വീരതയുടെ ഒക്കെ കഥകൾ, ലക്ഷ്മിഭായിക്ക് വീരത്താക്കി യഹ് കഥ ഹംനെ ബുന്ദേലോക്കെ മൂസെ സുനി ഹെ. അങ്ങനെ ബുന്ദേൽഖണ്ഡിലെ ആളുകളിൽ നിന്നും ഞങ്ങൾ ഈ കഥ, വീരവനിതയുടെ വീരഗാഥകൾ ഞങ്ങൾ അവരിൽ നിന്നും കേട്ടിട്ടുണ്ട്. കുട്ടിയോം എന്ന് പറഞ്ഞാൽ, കുട്ടിയ എന്ന് പറഞ്ഞാൽ ഝോംപടി എന്നാണ്, അതായത് കുടിലുകൾ. വിഷം വേദന എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള ആ ദുഃഖം, ഗഹര ദുഃഖം. ആഹത്ത് എന്ന് പറഞ്ഞാൽ ഘായൽ, അതായത് പരിക്കേൽക്കുക. പുർഖോംകെ എന്ന് പറഞ്ഞാൽ പൂർവജോംകെ, അതായത് പൂർവികരുടെ. പിന്നെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഗർവ്, അഭിമാനം. റൺചണ്ഡി യുദ്ധക്കി ദേവി. ആഹ്വാൻ എന്ന് പറഞ്ഞാൽ ബുലാവ, അതായത് യുദ്ധം പ്രഖ്യാപിക്കുക, പ്രഖ്യാപനം. പ്രാരംഭം എന്ന് പറഞ്ഞാൽ ശുരു. ഓക്കെ. ചിങ്കാരി എന്ന് പറഞ്ഞാൽ തീപ്പൊരി. അന്തർത്ഥം എന്ന് പറഞ്ഞാൽ ഹൃദയം, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ. പിന്നെ ചേത്തി എന്ന് പറഞ്ഞാൽ സാവധാൻ ഹോന, അതായത് എന്താണ് അലേർട്ട് ആവുക. വീർവർ എന്ന് പറഞ്ഞാൽ ബഹാദൂർ, നല്ല ധൈര്യമുള്ള. പിന്നെ ഷഹീദ് ഹോന, രക്തസാക്ഷികളാകുക. പിന്നെ സർനാം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധ. അഭിരാം എന്ന് പറഞ്ഞാൽ സുന്ദർ, സുന്ദരമായ. ഗഗൻ ആകാശ്, പിന്നെ ആകാശം. ജുർം എന്ന് പറഞ്ഞാൽ അപരാധം. കുർബാനി എന്ന് പറഞ്ഞാൽ ബലിദാനം, ത്യാഗം. ഗാഥ എന്ന് പറഞ്ഞാൽ കഥകൾ അല്ലേ, കഹാനി. മർദ് എന്ന് പറഞ്ഞാൽ പുരുഷൻ. മർദാനോം എന്ന് പറഞ്ഞാൽ പുരുഷോം ക. ദ്വന്ദ് എന്ന് പറഞ്ഞാൽ യുദ്ധം, യുദ്ധത്തിനെയാണ്. അസ്മാനോം മേ പറഞ്ഞാൽ ഗേർ ബറാബരി വാലോമേ, അതായത് സമാനത ഇല്ലാത്തവരല്ലേ. പിന്നെ സഖ്മി എന്ന് പറഞ്ഞാൽ ഘായൽ, പരിക്കേറ്റവർ. ഹെറാനി എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. നിരന്തർ എന്ന് പറഞ്ഞാൽ ലഗാത്താർ. ഭൂമി എന്ന് പറഞ്ഞാൽ ധർത്തി. ലഗാത്താർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്. ഭൂമി, ധർത്തി, ഭൂമി. സ്വർഗ് സിദ്ധാരണ എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക. സന്മുഖ് എന്ന് പറഞ്ഞാൽ സാമ്യം, മുമ്പിൽ തന്നെ.
മൂക്കി ഖാന എന്ന് പറഞ്ഞാൽ ഹാർ ജാന, തോറ്റു പോവുക. സഖിയാം എന്ന് പറഞ്ഞാൽ സഹേലിയാം, കൂട്ടുകാരികൾ. സൈന്യ, സേന. വിഷം എന്ന് പറഞ്ഞാൽ കഠിനം. അപാർ ജിസെ പാർ ന കിയാ ജാ സക്കെ, അതിനെ കടന്നു പോകാൻ സാധിക്കാത്തത്. അട എന്ന് പറഞ്ഞാൽ റുക് ഗയ, അതായത് അവിടെ നിന്നു പോവുക. ബഹുതേരെ എന്ന് പറഞ്ഞാൽ ബഹോത് സാരെ, കുറേ പേര് എന്നർത്ഥം. വാർ എന്ന് പറഞ്ഞാൽ ഹംല, അതായത് അറ്റാക്ക് ചെയ്യുക. സിംഹനി എന്ന് പറഞ്ഞാൽ ഷേർണി, അതായത് പെൺസിംഹം. വീർഗതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഷഹീദ് ഹോന, വീർഗതി പ്രാപ്ത് കർണ അല്ലേ, ഷഹീദ് ഹോന. സിദ്ധാരണ എന്ന് പറഞ്ഞാൽ മൃത്യുക്കോ പ്രാപ്ത് കർണ, നിര്യാതയാവുക. പിന്നെ ദിവ്യ എന്ന് പറഞ്ഞാൽ അലൗകിക്, ജോ ഇസ് ലോക് കാ നഹി ഹെ, ദിവ്യമായിട്ടുള്ളത്. തേജ് എന്ന് പറഞ്ഞാൽ ആഭ, ആ പ്രതാപം അല്ലേ. മനുജ് എന്ന് പറഞ്ഞാൽ മനുഷ്യ. അവതാരി എന്ന് പറഞ്ഞാൽ ഈശ്വർ കാ റൂപ്, ഒരു അവതാരം. പിന്നെ പഥ് എന്ന് പറഞ്ഞാൽ രാസ്ത, വഴി. കൃതജ്ഞ എന്ന് പറഞ്ഞാൽ ഉപകാർക്കോ മാന്യവാലെ, അവരോട് ഉപകാരം ചെയ്തതിന് ഉള്ള നന്ദി അല്ലേ, കൃതജ്ഞ. അവിനാശി എന്ന് പറഞ്ഞാൽ കഭീന മിട്നേവാലി, ഒരിക്കലും നശിക്കാത്തത്. സ്മാരക് എന്ന് പറഞ്ഞാൽ യാദ് കാ ചിഹ്നം, ഒരു ഓർമ്മയ്ക്കായിട്ട് വെക്കുന്ന ഒരു ചിഹ്നം അല്ലേ. അമിട്ട് എന്ന് പറഞ്ഞാൽ കഭീന മിട്നേവാലി, ഒരിക്കലും നശിക്കാത്തത്, ഒരിക്കലും ഇല്ലാതാവാത്തത്, അമിട്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അതെനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്